വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്നുള്ളത് ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. മിക്സിൻ്റെ വലിയ ജാറെടുത്ത് അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു. പൊടി അളന്ന ആ കപ്പിൽ തന്നെ 1/4 കപ്പ് അവലിയും എടുത്തിട്ടാ അത് നല്ലവണ്ണം കഴുകി അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂണ് പഞ്ചസാരയും അതും ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂണ് ഉപ്പും ഇട്ട് കൊടുത്തിട്ടാ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടിച്ച് എടുത്തിട്ടാ. ഈ അടിച്ച ബാറ്റർ ഒരു പാത്രം എടുത്തു അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാ. ഈ പൊടിയിലേക്ക് ഒരു തേങ്ങൻ്റെ പകുതി ചിരകി അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടാ. അടുപ്പിലെ വെണ്ണീര് വാരി തീ നല്ലവണ്ണം കത്തിച്ച് അതിൻ്റെ മേലെ ദോശച്ചട്ടി വെച്ച് കൊടുത്തു. ചട്ടി ചൂടായപ്പോൾ ഒരു ബ്രഷ് എടുത്ത് ഓയിൽ തേച്ച് കൊടുത്തിട്ടാ. ഒരു തവി മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. അതൊന്ന് ചുറ്റിച്ചെടുത്തിട്ടാ. പാത്രം എടുത്ത് അതൊന്ന് മൂടി വെച്ചിട്ടാ. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് കുക്കായി വന്നിട്ടുണ്ട്. അതിൻ്റെ മേലെ ഓയിൽ തേച്ച് കൊടുത്തു. ചട്ടകം എടുത്തു മറിച്ചിട്ടിട്ടാ. ഞാൻ തേങ്ങ ചിരകിയിട്ടാണ് ഇതിലിട്ട് കൊടുത്തത് ട്ടാ. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി അടിക്കുമ്പോൾ തന്നെ തേങ്ങ ഇട്ട് അതും കൂടി അടിച്ചെടുക്കട്ടാ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ദോശ ഇവിടെ തയ്യാറായിട്ടാ. വീണ്ടും ചൂടായ ചട്ടിയിലേക്ക് എണ്ണ തേച്ച് കൊടുത്തുട്ടാ. ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തു. അതൊന്ന് ചുറ്റിച്ചിട്ടാ. ഒരു പാത്രം എടുത്ത് മൂടി വെച്ചു. അത് കുക്കായതിന് ശേഷം അതിൻ്റെ മേലെ ഓയിൽ തേച്ച് കൊടുത്തുട്ടാ. ചട്ടകം എടുത്തു അത് മറിച്ചിട്ട് കൊടുത്തു. അതും കുക്കായപ്പോൾ ചട്ടകം എടുത്തു വാങ്ങി വെച്ചിട്ടാ. ചപ്പാത്തി കഴിച്ച് മടക്കുമ്പോൾ ഇതുപോലത്തെ റെസിപ്പി ഉണ്ടാക്കാം. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ തേച്ച് കൊടുത്തു. ഒരു തവി മാവ് എടുത്ത് ഒന്ന് ചുറ്റിച്ചു. പാത്രം എടുത്ത് മൂടി വെച്ചു. അത് കുക്കായതിന് ശേഷം അതിൻ്റെ മേലെ എണ്ണ തേച്ച് കൊടുത്തു. ചട്ടകം എടുത്ത് മറിച്ചിട്ട് കൊടുത്തുട്ടാ. അതും കുക്കായി വന്നപ്പോൾ അതെടുത്ത് വാങ്ങി വെച്ചിട്ടാ. ചൂടായ ചട്ടിയിലേക്ക് വീണ്ടും ഓയിൽ തേച്ച് കൊടുത്തു. ഒരു തവി മാവെടുത്ത് ഒന്ന് ചുറ്റിച്ച് കൊടുത്തു. പാത്രമെടുത്ത് മൂടി വെച്ചു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് കുക്കായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെ ഓയിൽ തേച്ച് കൊടുത്തു. എന്നിട്ട് അത് വാങ്ങി വെച്ചിട്ടാ. നമ്മുടെ ദോശ എല്ലാം ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടാ. ഞാൻ കഴിച്ച് വിവരം പറയട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ട്ടാ. ഒരു മുട്ട ഓംപ്ലേറ്റ് അടിച്ച് അതും കൂട്ടിയിട്ടാണ് തിന്നത് ട്ടാ. നല്ല സൂപ്പറാണ്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ട്ടാ.